അണ്ണാ എന്റെ കൂടെ രണ്ട് പെണ്ണുങ്ങളെ കണ്ടോണ്ണ? ഇല്ല, ഞാൻ കണ്ടില്ല. അയ്യോ, പട്ടണത്തിൽ ആദ്യമായിട്ടാ. എനിക്കറിയത്തില്ല ഇവളുമാര് ഇത് എവിടെ പോയോ എന്തോ. അയ്യോ, അവളുമാരല്ല എനിക്ക് തിരിച്ചു പോവാനും പറ്റത്തില്ല. പലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. നീയൊക്കെ എവിടെ പോയി കിടന്നേടി? ഞങ്ങള് വഴി വെച്ച് പോയി. എങ്ങനെ വഴി തെറ്റി പോവാതിരിക്കും? നിന്നെയൊക്കെ വളർത്തിയതിന്റെ ദോഷമാടി. അതെന്ത് വർത്താനാ പറഞ്ഞത്? ഞാൻ ആരോ നോക്കി പോയെന്നല്ലേ പറഞ്ഞത്? നീയൊക്കെ എന്റെ കൂടെ വന്നിട്ട് ആരെങ്കിലും നോക്കി പോകാൻ പോയത്? ആരെങ്കിലും നോക്കി പോകുന്ന കാര്യമല്ല പറഞ്ഞത്, ആരോ നോക്കി പോയെന്നാ പറഞ്ഞത്. അതെന്തുവാടി? ആരോ കണ്ടില്ല, അമ്പ് അമ്പ്. എടി നീയൊക്കെ എന്തിനടി അങ്ങനെ പോയത്? അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു. സിഗ്നലൊക്കെ എനിക്കറിയാം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വിജയണ്ണം കാണിച്ചു തന്ന സിഗ്നൽ അല്ല, ഓ ട്രാഫിക് സിഗ്നൽ ഉണ്ടെന്ന്. അത് കണ്ടിട്ട് വേണം കയറി വരാന്. ഓ ഇതുപോലെ ആ വളവ് തിരിഞ്ഞു വരുന്ന സമയത്ത് ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു 200 രൂപ കൊടുത്തേക്കണം കേട്ടോ. എന്തിനാടി? അച്ഛനെ പോലെ ഒരാള് നമ്മളോട് ഒന്ന് എന്തെങ്കിലും പറഞ്ഞാ നമ്മൾ അനുസരിക്കാൻ പറ്റുമോ? അത് നമ്മൾ അനുസരിച്ചേ പറ്റത്തുള്ളൂടി. ആ അച്ഛനെ പോലെ ആള് എന്നെ കണ്ടിട്ട് പറയാന്നേ, കേറി വാ മക്കളെ, ഊണ് റെഡിയായി, കേറി വാ മക്കളെ, കേറി വാ മക്കളെ. അയ്യോ, ആരെങ്കിലും വിളിക്കുമ്പോ കേറി പോവരുത്. അയ്യോ, എന്റെ അച്ഛനെ പോലെ എനിക്ക് തോന്നി ഐഡിയസ്. അതാ ഞാൻ കയറി ചെന്ന് അവിടെ ചെന്ന് കഴിച്ചു തുടങ്ങി പറയാ 200 രൂപ വെച്ചിട്ട് പോയാ കൊള്ളാം. അച്ഛനെ പോലല്ലേ ചോദിച്ചത്? കൈ ഇരുന്ന 200 രൂപ കൊടുക്കാൻ എന്താ? 200 രൂപയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ സ്വർണ്ണക്കാരുടെ മുമ്പേ ഇന്നൊരു ചെറുക്കൻ കാണിക്കുക. ഞാൻ വിചാരിച്ച അവിടെ നിന്ന് കൈ ഓടിഞ്ഞാണ്ട് ചെറുക്കൻ നിന്നോണ്ട് കാണിക്കുവെന്ന്. ഞങ്ങൾ അവിടെ 200 രൂപ ഇവിടെ കൊടുത്തിട്ടാ വന്നേക്കുന്നത്. ഡിസ്പ്ലേ ബൊമ്മ കണ്ടാ പോലും മനസ്സിലാക്കാൻ പറ്റാത്തതിനെയൊക്കെയാണല്ലോ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. നീയൊക്കെ ആ പൈസ കൊടുത്തതേ നന്നായി. നിന്നെയൊക്കെ ഞാൻ കാൻഡിൽ നൈറ്റ് ഡിന്നറിന് കൊണ്ടുപോകാന്ന് വിചാരിച്ചിരുന്നു തന്നെ. അതെന്തോന്നും ഡിന്നറാ? മെഴുകുതിരി കുത്തി വെച്ചട്ടെ വട്ടം ഇരുന്ന് വാരി തിന്നത്തില്ലയോ അത്. മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിൽ നിന്ന് കഴിച്ച് മടുത്തായി ഇങ്ങോട്ട് വന്നത്. അപ്പൊ താണ്ടെ മെഴുകുതിരിയുടെ മുമ്പിൽ നിന്ന് കഴിച്ചു വെച്ചാലും മതി. അതിന്റെ വീഴുന്ന കല്ലും പാറ്റലോടെ ഞങ്ങളോട് വാരി തിന്നാനും വേണ്ടി. നീ ഒന്നും കഴിക്കണ്ട. നേരം വൈകുന്നതിന് മുമ്പേ വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു പോകുന്നേ നല്ലത്. ആ വണ്ടി മാറി പോവായിരുന്നാ കൊള്ളാം. ആ വണ്ടി മാറിപ്പോത്തൊന്നുമില്ല ഡിയസേ. അതെന്താ മാറി പോവാത്തെ? ആ ട്രെയിൻ മാറാതിരിക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം കണ്ടു വെച്ചിട്ടാ വന്നേക്കുന്നത്. അതെന്ത് സൂത്രോടി? ആ ട്രെയിനിന്റെ ബാക്കിലില്ലയോ ഇങ്ങനെ ഒരു ക്രോസ് ഉണ്ട്. എന്റെ കണക്ക് കൂട്ടം എല്ലാം തെറ്റിക്കുവോ? നമ്മൾ നേരത്തെ പോവോ? പോയാ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം. എന്തിനാടി? അവിടെ ചിക്കൻ ഫേഷ്യൽ എന്ന് എഴുതിയിട്ടിരിക്കുന്നു. എന്നാ പിന്നെ എനിക്ക് ബീഫ് ഫേഷ്യലൂടെ വേണം. എടി, അത് ചിക്കൻ ഫേഷ്യലൊന്നും ബീഫ് ഫേഷ്യലൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നേ. ചിക്കൻ പാഴ്സൽ, ബീഫ് പാഴ്സൽ. നമ്മുടെ അവിടുത്തെ ഹോട്ടൽ പോലൊന്നും അല്ല ഇവിടുത്തെ ഹോട്ടല്. പിന്നെ നമ്മുടെ നാട്ടിലെ ഹോട്ടലിലൊക്കെ അടുക്കള പുറകിലായിരിക്കും, സിറ്റിയിലോ അടുക്കള മുമ്പിലായിരിക്കും. ഓ നീയൊക്കെ അല്ല എഡീസ് സിനിമ ഉണ്ടിറങ്ങി തലയിലൊക്കെ എന്ത് മുല്ലപ്പൊക്കെ വെച്ചിറങ്ങുന്നേ? എടി, ഇത് മുല്ലപ്പൂ ഒന്നും അല്ലടി. പിന്നെന്ത്? നമ്മള് സിനിമ കാണാൻ കയറിയപ്പോഴേ അത് കുറെ വെകിളി പിടിച്ച കുറെ കൊച്ചന്മാർ ഇരിപ്പുണ്ടായിരുന്നടി. ആ കൊച്ചന്മാരുടെ വാരി അറിഞ്ഞ പോക്കോണില്ലയോ? അരിപൊരി അത്രേ ഉള്ളു. സിറ്റിയിലോട്ട് വന്നപ്പോഴേക്ക് എന്താണ്ട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തുടങ്ങിയേ ഞങ്ങളുടെ ADS. അതാടി എന്റെ ഇംഗ്ലീഷ് ഒരു കുറവ്. എടി, നീയൊക്കെ നല്ല മണി പോലെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. പഠിപ്പിച്ച കാര്യം പറയാ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പോ നീയൊക്കെ. ആരുടെ ബാഗ് കള്ളിയിട്ടത്? നല്ല കസേര അല്ലോടി. നല്ല കസേരടി. കഞ്ഞിയൊന്നും ഇല്ലെങ്കിലും നല്ല കസേരയാ. നല്ല കസേര വരുമ്പോരേ ആണയും ചുറ്റിലൂടെ കൊണ്ടുവരാൻ മറക്കല്ലേടി. അതെന്തിനാടി? ഉണ്ടാ സിനിമക്കോട്ടെ കിടക്കുന്നേ കസേര ഒന്നും നല്ലതല്ല. അതെന്താടി അങ്ങനെ പറഞ്ഞു നീ? എടി, അങ്ങോട്ട് ചരിയത്ത് ഇങ്ങോട്ട് ചരിയത്ത് ഞാൻ ചമ്മണം പൂട്ടേക്കിരുന്ന സിനിമ ഉണ്ട്. എടി, അത് ഫ്യൂഷൻ കസാരയാടി. എടി, അത് ഫ്യൂഷൻ കസാര അല്ല, പുഷ്യൻ കസാര. കസാരയാണോ? ഓ, അതിനെ അങ്ങനെ പറയൂ. അതിന് ആ ഒരു പേരേ ഉള്ളു പറയാൻ. സിനിമ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് നിനക്ക് ഇഷ്ടപ്പെടാഞ്ഞത്? സിനിമ കഴിഞ്ഞപ്പോഴേ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേര് എഴുതി കാണിച്ച് നന്ദിയും പറഞ്ഞു. അവസാനം നമ്മുടെ പേരുണ്ടോ? നമുക്കൊരു നന്ദി പറഞ്ഞോ? ഇവിടെ ഇരുന്ന് മണ്ടത്തരം ഒന്ന് വിളിച്ച് പറയല്ലേ. അതെന്താ എടി, അത് ഇന്നലെ കണ്ടവരുടെ പേരാ ഇന്ന് എഴുതി കാണിച്ചത്. നമ്മൾ ഇന്നല്ലേ വന്നത്, നമ്മുടെ പേര് നാളെ കാണിക്കത്തുള്ളൂ. എന്നാ പിന്നെ നമുക്ക് നാളെ വന്നാലും പോരെന്ന് എടീസേ. ഇന്ന് കൊണ്ടുവന്നതിന്റെ ക്ഷീണം എനിക്ക് അങ്ങോട്ട് തീർന്നില്ല. ഈ നാളെയും കൂടെ ഞാൻ കൊണ്ടുവരാൻ പോകുന്നതിനെയൊക്കെ. എടി, എന്തുവായാലും നമ്മുടെ സിറ്റി വന്നതാ. എന്റെ അണ്ണനൊരു പാന്റ് വാങ്ങിക്കണോടി. തുണി മേടിക്കാനാണെങ്കിലേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു കട കണ്ടടി.
ഏതെടുത്താലും പകുതി 50%. 50%? ആ. എടുത്താലും പകുതിയോ? അപ്പൊ ഒരു പാന്റ് എടുക്കുമ്പം 50% ആക്കി ടൗസർ ആക്കി തരോ? എന്റെ ടൗസർ ഒന്നും ഇടത്തില്ല. നിന്റെ ടൗസറിന് നീ 2 കയ്യിൽ മേടിച്ചു കൊടുക്കാൻ നോക്കവന്. നീ ഇതെവിടുന്നടി മേടിച്ചത്? ഞാൻ ഓൺലൈനാപ്പാ. ആ അത് മനസ്സിലായി. ആക്കോ ആപ്പ് വെച്ചിട്ട് വന്നേ അന്ന്. അത് ഹോമിലെ ഡെലിവറി അടി. അണ്ടമ്മളെ അനാവശ്യം പറയരുത് കേട്ടോ. ഞാനേ അന്തസ്സായിട്ടേ ഗവൺമെന്റ് ആശുപത്രി പോയാണ് ഡെലിവറി ചെയ്തത്. വന്നേക്കുന്നവള്. എടി ഞാൻ എന്തോ പറയുന്നേ, ഇവളെന്തോ അടി പറയുന്നേ? എടി എനിക്കുണ്ടേ പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ. എടി നീ കേക്കണം ഇവക്കടെ വിവരം. കഴിഞ്ഞ ആഴ്ചേ എന്തോ ഒരാവശ്യത്തിന് 30 രൂപയ്ക്ക് വേണ്ടി 50 രൂപ മടക്കിയ കേസാ നിൽക്കുന്നത്. അതെന്തിനായിട്ട് നീ അങ്ങനെ ചെയ്തേ? ഓ അതിനെ കുറിച്ച് പറയാതിരിക്കുന്നത് ഭേദം. എടി ഒരു ഓട്ടം പോയിട്ട് ബാക്കി 100 രൂപ ഞാൻ കൊടുത്തപ്പോ അങ്ങനെ ബാക്കി ചില്ലറയില്ലെന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക്. ഞാൻ വിട്ടു കളയോ? അടുത്ത ഓട്ടക്കത്ത് കയറി അതിന്റെ പുറകെ വിട്ടില്ലേ ഞാനങ്ങ്. വണ്ടി പിടിച്ച് നിർത്തടി അവിടെ. ബാക്കി 30 രൂപ കൊണ്ടാ വന്നത് ഞാൻ. എന്നിട്ട് നീ ആ ഓട്ടോക്കാൻ എത്ര രൂപ കൊടുത്ത്? എടി 50 രൂപ ആയുള്ളു. എന്നാലും എന്താ എന്റെ 30 രൂപ എന്റെ കയ്യിലിരിക്കുമല്ലേ. അതടി എന്റെ ബുദ്ധി. എടി അത് നോക്കടി, അത് പുല്ലടി. അങ്ങോട്ട് നോക്ക് പൂള്. അതെന്തോ ഏഡിയസേ? ഇവിടെ പഞ്ചറട തുടങ്ങിയോ? പാർക്കിൽ പഞ്ചറ കണ്ടോ ഏഡിയസേ? എടി അത് പാർക്കും പഞ്ചറുകടയൊന്നും അല്ല. പിന്നെ എടി അതാണ് വെള്ളത്തിൽ വീഴുമ്പോ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്യൂബ്. ആ അങ്ങനെ പറ. എന്നിട്ടല്ലയോ നമ്മുടെ അവിടെ ഒരു 6 വീലുള്ള വണ്ടി മറിഞ്ഞ വെച്ച് അതിനകത്ത് കാണാം 6 വീലുള്ള വണ്ടി മറിഞ്ഞപ്പോഴ് അത് ആ അത്രയും വലിയ വണ്ടി ആ വെള്ളത്തിൽ പൊങ്ങി കിടന്നു. അതിനകത്ത് ട്യൂബ് ഇല്ലായിരുന്നോ? വേണമെങ്കിൽ പോയി നോക്കണമായിരുന്നു. ട്യൂബ് അതെങ്ങനെയാടി ആ ട്യൂബിൽ ഇവിടെ കൊണ്ടിട്ടേക്കില്ല? പിന്നെ എങ്ങനെ? ഇവിടുന്ന് പോയ ഉടനെ നമുക്കൊരു സിനിമ പിടിക്കണേടി. സിനിമ പിടിക്കാനോ? അങ്ങനെയാണെങ്കിലേ നമുക്ക് ലാലേട്ടനെ കൊണ്ട് അഭിനയിക്കാം. അതിന്റെ മമ്മൂട്ടി എനിക്ക് സൂപ്പർ. എടി അതുകൊണ്ടല്ലേടി ലാലേട്ടന്റെ കൈയുടെ വേള് വരുന്നുണ്ട് ഇങ്ങനെ അങ്ങ് അഭിനയിക്കും. ഞങ്ങളെ മമ്മൂട്ടി ആരോ അഭിനയിക്കുമല്ലോ. ലാലേട്ടൻ മതി. മമ്മൂക്ക മതി. ലാലേട്ടൻ മതി. മമ്മൂക്ക മതി. നീ മിണ്ടായി. ലാലേട്ടൻ മതി. മമ്മൂട്ടി മതി. ലാലേട്ടൻ മതി. മതിന്ന് പറഞ്ഞു. ലാലേട്ടൻ മതി. നീ നിർത്ത. ലാലേട്ടൻ മതി എന്നാ പറഞ്ഞത്. ആര് നടനായാലും ശരി നടി ഞാൻ തന്നെ. എങ്കിൽ പിന്നെ ആ സിനിമ പിടിക്കാതിരിക്കുന്നേ നല്ലത്. ഞാൻ ഇറങ്ങി വന്നാലേ നയൻതാര വരെ മാറി നിൽക്കും. അത് ശരിയാ. നിന്റെ ചില നേരത്തെ ഒഴുക്കം കാണുമ്പോ എനിക്കും മാറി നിൽക്കാൻ തോന്നിയിട്ടുണ്ട്. അതെ ഉർവശി നയൻതാരഞ്ഞ് വന്നേ. എന്താ ഐഡിയസേ? കുടുംബശ്രീ എടുത്ത ലോൺ അടച്ചായിരുന്നോ? ഇല്ല. ആദ്യം പോയി അത് അടക്കി എന്നിട്ട് പണം പിടിക്കാൻ പോവാ. ഓ അപ്പൊ ലോൺ അടയ്ക്കാതാണ് നീ പണം പിടിക്കാൻ വന്നത്? ഈ ലോൺ അടയ്ക്കാതില്ലടി കാണാൻ വന്നത്. എടി നമ്മുടെ കുടുംബശ്രീ എത്ര അംഗങ്ങളുണ്ട്? 20. അതില് നിങ്ങളെ 2 പേരെ മാത്രം ഞാൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഞങ്ങളുള്ള സ്നേഹം കൊണ്ട്. ആന്നേ നിങ്ങക്ക് സന്തോഷമായേ? സന്തോഷമായി. അപ്പൊ തിരിച്ച് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണ്ടേ? ഏഡിയസിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ കളയും ഞങ്ങള്. ഓ ജീവനൊന്നും കളയണ്ട. അടുത്ത കമ്മിറ്റി കൂടുമ്പം ആ കുടുംബശ്രീയിലുള്ള മറ്റംഗങ്ങളൊക്കെ എന്നെ കുറച്ച് കുറ്റം പറയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ അതിന്റെ ഓഡിയോ എടുത്ത് എന്റെ വാട്സപ്പിലോട്ട് അയച്ചു തരണം. ആ നടക്കത്തില്ല ലേഡീസേ. അതെന്താടി നടക്കാത്ത? അല്ല അത് നടക്കത്തില്ല ലേഡീസേ. എടി നിങ്ങളെ ഞാൻ പാർക്കിൽ കൊണ്ടുവന്ന് സിനിമ കാണിച്ച് ഒരു സഹായം ചെയ്തോടി. അത് നടക്കത്തില്ല ഏഡിയസേ. അതെന്താ കാര്യം പറ. ഏഡിയസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും. ഇനി എങ്ങനെ ഏഡിയസിന്റെ കുറ്റം ഞങ്ങൾ പറഞ്ഞു പറയുന്നത്? എങ്ങനെ ഇരിക്കുന്നു? പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച അവസ്ഥയില്ലേ എനിക്കിപ്പം? അല്ല ഏഡിയസേ, ഇനി നമ്മള് ലുലു മോളിലോട്ടോ ഒബ്രോ മോളിലോട്ടോ? ഇനി നമ്മൾ ഒരു മാളിലോട്ടും ഇല്ല. നീയൊക്കെ നിന്റെ മാസേ പൊടി.